വന്യജീവി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും വിമർശനവുമായി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ ഇനിയും മനുഷ്യജീവനുകൾ പൊലിയുന്ന സാഹചര്യമുണ്ടാകുമെന്ന് എംപി പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് വനംവകുപ്പ് ഒഴിഞ്ഞു നിൽക്കുകയാണെന്നും എംപി അടിമാലിയിൽ ആരോപിച്ചു. നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും വന്യമൃഗശല്യം അതിരൂക്ഷമായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. പ്രത്യേകിച്ചും വേനൽക്കാലമാകുമ്പോഴേക്കും വനത്തിലുള്ള മൃഗങ്ങൾ പൂർണ്ണമായി നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് ഒരു സ്ഥലത്തുനിന്നല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ ഇനിയും മനുഷ്യജീവനുകൾ പൊളിഞ്ഞു വീഴുമെന്നുള്ളതാണ്. ഇപ്പോൾ തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടു പോകുന്നത്. പട്ടാപ്പകൽ പോലും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നു, റൂട്ടിൽ കൂടി സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ മറ്റു മൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് നോക്കിയിരിക്കുകയാണ്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വനവിസ്തൃതി വർദ്ധിപ്പിച്ച് ഏറ്റവും അവസാനം മൂന്നാർ മേഖല പരിപൂർണമായി വനമേഖലയായി മാറുന്ന 18,000-ലധികം ഹെക്ടർ ഭൂമിയെ വനഭൂമിയായി പ്രഖ്യാപിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നു. ഈ മേഖല പൂർണ്ണമായി വനമാക്കി പ്രഖ്യാപിച്ച് ജനങ്ങളെ ആകെ കുടിയിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സമരയാത്ര. അത് വരുന്ന ദിവസങ്ങളിൽ ഈ ജില്ലയിലെ പരിപൂർണമായ തലത്തിൽ നിന്നുകൊണ്ട് ജില്ലയിലെമ്പാടും അതിൻ്റെ അലയൊലികൾ ഇപ്പോൾ ഏറ്റവും ശക്തമായ നിലയിൽ ഉദിച്ചു വീഴുകയാണ്.